പടം കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇന്ത്യയിൽ കുറച്ചും കൂടി എനിക്ക് ഫീൽ ചെയ്താണ് ഇവിടെ വർക്കിന് കുറച്ച് നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ കുറച്ച് നന്നാകാറുണ്ട്. ആക്ച്വലി ഡീലിന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം, ഇങ്ങനെ വേണം, എന്ത് സൗണ്ട് വേണമെന്നുള്ള ഡീലിന് വ്യക്തമായിട്ടുള്ള പ്ലാനായിരുന്നു. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് ചലഞ്ചായിരുന്നു. അത് മൊത്തത്തിൽ എനിക്ക് ചലഞ്ചായിരുന്നു. അതുപോലെ എൻ്റെ ഫസ്റ്റ് പടമാണ്, അതുകൊണ്ടുള്ള ചലഞ്ചായിരുന്നു മൊത്തത്തിൽ എനിക്ക്. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് കിട്ടിയിരുന്നു. അല്ല, ഞാൻ ഈ പരിപാടി അറിയുന്നത് 2022 സമയത്തൊക്കെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. ആക്ച്വലി പടം ചെയ്യാനിരുന്നത് വേറെ ആളായിരുന്നു. പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് വെച്ചത്. അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു 10-15 ദിവസം ഇതുപോലെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ വെള്ളച്ചിലെടുക്കാൻ ഞാൻ പോയിട്ടില്ല, അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത്. എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും, അപ്പോൾ നമുക്കത് ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ 2-3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക, നേരത്തെ പ്ലാൻഡ് ആണോ അല്ലയോ, ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെ മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ഫാനാണ്. അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയാ, കണ്ടു പഠിക്കാൻ, ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്കായി മാറുക, ഒരു എന്താ ഒരു പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എനിക്കെപ്പോഴും എന്താ പറയാ, ഞാൻ ഭയങ്കര ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരിട്ട് കാണാൻ, എന്താ അത് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല. എന്താണ് ആ പ്രോസസ്സ്, മമ്മൂക്ക ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ എന്തൊക്കെയോ അവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു എന്താ ചെറിയ നുവാൻസസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ടീം ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പറഞ്ഞത്, അത് ഒരു ക്യാരക്ടറിൽ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കാനോ. ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. കുറെ പഠിക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയാ, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5-6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിനു മുന്നേ 2-3 ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എന്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയില്ല. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്കപ്പടം നോക്കിയിരിക്കും. അതേപോലെ തന്നെ കാരണം സിനിമ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും പോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടയിൽ ഇറങ്ങിയ സമയത്തും താങ്കളെ വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷെ ഇത്
പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. അത് മാത്രമല്ല, പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിലൊക്കെ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവരൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്തെത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മള് സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. ഇപ്പോൾ ഒരിക്കലും റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല, നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ, ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ട് ഒന്നും ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഈ പറയുന്ന ഇപ്പോൾ ബസൂക്ക ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടാ, ഈ പിന്നെ നേരത്തെ പറഞ്ഞ റിവ്യൂവിന്റെ കേസിൽ പുള്ളി ആ റിവ്യൂ പറയുന്നതിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ബസ്സിൽ ഇരിക്കുന്ന ഒരു മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ്, ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നത്. ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കീം അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഈ അശ്വിൻ തോക്കിന്റെ ആ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല, ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുത്തോ ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോർഷൻ മനസ്സിലായത്. പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല. കാരണം അത്രയും ഒരു മുറുകുന്ന ഒരാൾക്ക് അത് കണക്ട് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഏകദേശം ആ 4.29 സെക്കൻഡ് ആ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു. പിന്നെ റിപ്പീറ്റ് അടി ഞാൻ കേട്ട കുഴപ്പമാണെന്ന് പറയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി എനിക്ക് കഥ പറയാൻ പറ്റില്ല, അപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് റിസൾട്ട് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്, അതെനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണം. ഇല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോലെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും അതിന്റെ ഒരു ലോജിക്ക് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും അതിന് കാരണമുണ്ട്. റിവ്യൂ കേട്ടായിരുന്നോ? അത് ഞാൻ കേട്ടായിരുന്നു. ഈ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്തോ ബ്രോ വിളിക്കുന്ന എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അതില് അരോചകം തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ബ്രോ എന്ന് വിളിക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലൗഡായിട്ട് പാട്ട് കേൾക്കും, കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതങ്ങനെ ചെയ്തത്. എന്താ പറയുന്നത്, സിനിമയ്ക്ക് ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മളത് വെറുതെ ചെയ്യുന്നതല്ല. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനത്തെ രീതിയിൽ പോർട്രേറ്റ് ചെയ്താലേ സിനിമയിൽ ഇത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട്. ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയും വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ വന്നിട്ട് രണ്ടു മൂന്ന് തക്കടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിനും
അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ ഇപ്പൊ മണ്ടന്മാരല്ലോ. കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ട്, എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, മനുഷ്യന്റെ വാല്യൂ. ഇപ്പൊ ഒരാളുടെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുമ്പോൾ ഞാൻ വിശ്വസിച്ച് ഇവിടെ പറയുള്ളൂ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി നെഗറ്റിവിറ്റി ബാധിക്കുക. ബോജേട്ടാ, ഈ പറഞ്ഞ കലോട്ട് ടെന്നീസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒത്തിരി സ്ക്രിപ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ്. നല്ല ഹിറ്റുകൾ നൽകി അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു. 2 എക്സ്പീരിയൻസ് ആണ്. അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു, ഇപ്പൊ മകന്റെ സ്ക്രിപ്റ്റിൽ. അപ്പൊ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ബോജേട്ടന്റെ ആ എക്സ്പീരിയൻസ്. അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകന്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അത് അച്ഛനോട് അഭിനയിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട പ്രദർശനം സിനിമയാണ്. ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കേണ്ട അത് ഒരുപാട് സിനിമകൾ, കമ്പോളം, പല സിനിമകളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും, ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ്. നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നില്ല. അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെന്റിമെന്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും. അത് ഏത് തലമുറയിലും അതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10, 200, 300 വർഷം കഴിയുമ്പോൾ റോബോട്ടായിട്ട് വിതൗട്ട് എനി ഫീലിങ്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഈ പിന്നെ ടീനോ ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, ഒരു റെസ്പെക്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ, അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, ജിനുവിന്റെ മകന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക. ഇനി ജിനുവിന്റെ മകന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുന്ന വിചാരിക്കട്ടെ. നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ആക്ഷൻ ഫിഗറാണ്, ഒരു ആക്ഷൻ നായകൻ എന്നുള്ള ഒരു. അപ്പം ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു പ്രത്യേക സ്വാഗ് ഉണ്ട് ചെയ്യുന്ന. ഈ സിനിമയിലും പ്രത്യേകിച്ച് കൈയ്യടി ഒരുപാട് രംഗങ്ങളുണ്ട്. ചേട്ടന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ആക്ഷൻ രംഗം, മമ്മൂക്ക എന്നൊരു ആക്ഷൻ? വളരെ നന്നായിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്നതിന് ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈഡി കിട്ടുന്നത്. നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതമാകുകയാണ്. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ് വേണം, അല്ലെ ആ ആക്ഷൻ അത്രയും ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു? ചേട്ടന് ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കുക, അത്ര ഇന്റൻസിറ്റി അല്ലെ അത്ര ഒരു പാറ്റേൺ വേണം എന്ന് കരുതുന്നുണ്ടോ? അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത്. ചില സിനിമ 2 ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ സിനിമ എന്നുണ്ട്. അപ്പൊ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുത്ത് പ്രസന്റ് ചെയ്യും. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ്. പിന്നെ ഈ വയലൻസിന്റെ കാര്യം പറയുന്നത്, നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിന് മോഡി വേറെ ബോഡീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഈ സിനിമ ഞാൻ കാണണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണം എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. അതും ഓരോ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നു പോയി, വേറെ ജീപ്പെ വീണ് ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വയർ ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പുള്ളിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തിരുന്നുണ്ട്. എൻ്റെ സിനിമകൾ കണ്ടറിയാം, ചന്താക്കടലൊക്കെ ചെയ്യുന്ന ഒരിടി കൊണ്ട് അവർ പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴത്തുള്ളൂ, പറന്നു പോകുന്നൊരു പരിപാടിയല്ല. അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പൊ റേറ്റിനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിൽ ഓക്കെ.
അപ്പോൾ നമുക്ക് അടുത്തുള്ള എക്സ്പീരിയൻസ് ഇത്തരം വർഷത്തെ ഒരു പുതിയ പുറത്തുകാരനുള്ള ഇതിനായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും തീർച്ചയായും അത് ഞങ്ങൾ തമ്മിലൊരു എത്രയോ വർഷങ്ങൾക്ക് പുതിയ പോകുന്നതിന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കയെ കാണുന്നത്. ആ ഒരു എന്താ പറയുന്ന സംഭവം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഗെയിം കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളൊന്ന് ഫോണിൽ പാമ്പും കോണിയൊക്കെ കളിച്ചിട്ടില്ലേ, ഈ മറ്റേ ആപ്പിളിൽ പാമ്പിനെയൊക്കെ കളിച്ചിട്ടില്ല. ബേസിക് ഗെയിമിന്റെ കൺസെപ്റ്റ് അതിന്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ്. ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ PS5 ഉണ്ട്. അപ്പോൾ ഇത് വലിയ എന്താ പറയാ, മനസ്സിലാവില്ലാത്ത തന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്തതിന്റെ ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാളും കൂടുതൽ ഗെയിം അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. ഇല്ല അങ്ങനെ ഇതാ പറയുന്നത്, ഈ പൊതുവെ ഇതൊരു മമ്മൂക്ക പടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലും ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അവരുടെ ഓൺലൈൻ ഗെയിമിങ്സ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി അതാണ് ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയേക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി 10-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇപ്പോൾ. പക്ഷെ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയാ, ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതാണ് ഇവിടെ നടക്കുന്നത്, റിയാലിറ്റിയാണ് എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. മെസ്സേജ് അയച്ചിരുന്നു, എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു, ഡയറക്ടറും മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഭയങ്കര ഹാപ്പിയാണ്. Your experience this time? As always, it's fantastic. It's a dream come true back here again. Once again, come and it's come with that. Yeah. You are coming. I don't know, man. Everybody's asking the same question, but I wish I knew more about Bilal. But then, let's keep our fingers crossed and see if it does happen for all of us. സ്ട്രേറ്റ് ഈ സിനിമയിൽ മമ്മൂക്കെ പോലെ തന്നെ അത്രത്തോളം കോൺട്രാസ്റ്റ് അല്ല, അല്ലെ ആ വേറെ സ്വാഗതമുള്ള ഒരാളെ ജീവിക്കും. അദ്ദേഹത്തിന്റെ കൂടെ കോമ്പോ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ടേസ്റ്റ് ബേസ് ഉള്ള റിയാക്ഷൻസ് ഉണ്ടാകും? അത്രയും ഹിസ്റ്ററീസ് ഉള്ള ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പോ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ഗൗതം സാറുമായിട്ട് തന്നെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന സ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ്. അപ്പം ഗൗതം സാറിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയാ, വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സാറിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മുടെ ആ ഒരു ടീമിലൊരു ബോണ്ട് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷോസിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. സിറ്റുവേഷനായാലും ഡിൻചാട്ടിനായാലും എനിക്കായാലും. പക്ഷെ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത്, സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മളെ പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ലക്കി ടു ബി വൺ ഓഫ് ദിസ് മൂവി. ഐശ്വര്യ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമ, നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടാ മറ്റുള്ള റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? I'm feeling very, very happy, extremely grateful. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടന്മാർ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്ന പേരുണ്ട്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് പടർത്തിയ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനില്ലാത്ത അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ട് പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്ന് അതെന്താ എങ്ങനെയാണോ തോന്നുന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ല ഞാൻ മനസ്സില്ല, ഇത് പ്രൊഡ്യൂസേഴ്സിനും മറ്റുള്ളവരും തന്നെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ സെൻസ് ആണ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ട്, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പൊ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ, അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിലും തെറ്റൊന്നുമില്ല. അപ്പോ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിട്ടില്ല, എത്രത്തോളം ഡൈവേർട്ട് ആയി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്നും ഇറ്റ്സ് ബെറ്റർ ചോയ്സ്. നല്ല രസമാണ് തോന്നുന്നത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഈ മമ്മൂക്കാടെ കൂടെ ഷൈൻ ടോം ഇപ്പൊ മമ്മൂക്കാടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചു വെച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു നടക്കുകയാണ്. ആ സിനിമയിലേക്ക് എന്റെ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അത് എങ്ങനെയുണ്ടായിരുന്നു പറയും? അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ലേ പണ്ട്, ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രമിക്കുന്നു. അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാ, സ്വന്തം അനുജനാട്ടോ. അതാണ് പല ആൾക്കാർ ഷൈൻ്റെ സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ സംഭവമുണ്ട്. അല്ല ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചേട്ടനുടെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണിത്. ഇതിനുമുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ്. അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട്, വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞ്? ആഷിക്ക് പറഞ്ഞിട്ട്, ആഷിക്കും ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, 3 ദിവസം, 4 ദിവസം, 5 ദിവസം. ആദ്യം ഒരു ദിവസം പറഞ്ഞാണ് പിന്നെ തുടർന്ന് അല്ലേ? അല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന ജോക്കുട്ടൻ വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്യുമ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാടൊപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ എന്നാണോ പറയുക? പിന്നെ എന്താ പറയണ്ട പറയൂ. എനിക്കറിയില്ല എന്താ പറയണ്ടത്. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെയാണ് ജീവിതത്തിൽ ഗെയിം കളിയൊക്കെ എങ്ങനെയാണ്? ഈ സിനിമ കണ്ടപ്പോൾ അഡിക്റ്റ് ആയോ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു റോള് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിൽ അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഓരോ നടത്തിക്കൊണ്ടൊക്കെ നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാറുണ്ട്. സന്തോഷമുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് പേരൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു, എല്ലാരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി മാണോ ഇവിടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പൊ എല്ലാരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും കുറെ ആൾക്കാർ കാണാനുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് നല്ല സന്തോഷം. ലൊക്കേഷൻ പോയപ്പോ മമ്മൂക്ക എന്താണ് പറഞ്ഞത്? ലൊക്കേഷനിലൊക്കെ ഓർമ്മകളൊക്കെ കേട്ട്. ലൊക്കേഷനിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 സീനല്ലേ ഉള്ളൂ. എന്നാലും എങ്ങനെ വയ്യു എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ സുഖല്ലേ എന്നൊക്കെ വിശേഷം മതി ചോദിച്ചു. അതെന്നെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ. അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളും ഒക്കെ വലിയൊരു സന്തോഷം. നമ്മുടെ ഷൈൻചേട്ടന്റെ സിനിമകളിലെ ഒരു പാറ്റേൺ നോക്കി അറിയാം. പുള്ളിക്കാരൻ ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ആക്ഷന്റെ രീതികളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അതിൽ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതിൽ നിന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള ചേട്ടനാണ് കേട്ടോ? ഇല്ലല്ലോ, ഇപ്പോഴുള്ള ചേട്ടനല്ല കേട്ടോ. ചെറുപ്പത്തിൽ ചേട്ടൻ എങ്ങനെ? അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ഇപ്പൊ ചെയ്യണം തോന്നിട്ട് ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? അതന്നെ ചെറുപ്പത്തിലുള്ള ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള ചേട്ടൻ അത് ചെറുപ്പം മുതലുള്ള അത് പറയണ്ടേ? 10-35 കൊല്ലത്തെ അറിയിട്ടുള്ളൂ. ചിലത് കത്രയും വെക്കേണ്ടി വരുമല്ലോ എന്തായാലും എഡിറ്റിംഗ് സമയത്ത്.
ഇതിപ്പോ എല്ലാവർക്കും അറിയാം ലാസ്റ്റാണ് ഈ പടത്തിലേക്ക് വന്നിരിക്കുന്നത്. വെൽക്കം. ഈ പടത്തിലേക്ക് ലാസ്റ്റാണ് വന്നത്. നിഷാദാണ് ആദ്യം എഡിറ്റ് ചെയ്തത്. അതെ അതെ. അപ്പോൾ ഓൾറെഡി ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ 25 വേറെ സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്, ഹാബിറ്റിലാണ്. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് പഠിക്കേണ്ടി വന്നു. 25 കൊല്ലം കൊണ്ട് ചെയ്തതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഡീനോ കൊണ്ട് പുതിയ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു. ഡീനോ എന്നുണ്ട്. ഇപ്പം നമുക്കിൻ്റെ കൂടെ സെക്കൻഡ് പടമാണ് സ്കോഡ് കഴിഞ്ഞിട്ട് ക്യാമറയിൽ മുമ്പിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഈ നിഷാദ് ചെയ്തു വെച്ചതാണല്ലോ നമുക്ക്. നിഷാദ് ഇപ്പോൾ ഇല്ല, നമ്മളൊരു യാത്ര പോയിരുന്നു. നിഷാദിന്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ. നമുക്ക് എഴുതി കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കുകയാണ്. നിഷാദ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാണ്. നിഷാദിന് ശേഷം താങ്കൾക്കൊരു വേദന ഉണ്ടാവും. നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞത്? ഇത് ഓൾറെഡി ചെയ്ത ഇപ്പോൾ നിഷാദ് ചെയ്തത് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ലാസ്റ്റ് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു നിഷാദിന് ഇങ്ങനെ ചെയ്യണം, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചില നിഷാദ് വെച്ച പോർഷൻസ് നല്ലതപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഫിലിം എന്തായാലും ഒരു ടീം വർക്കാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഇൻപുട്സും എല്ലാം ഉണ്ടോ അത് ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അല്ല, എനിക്ക് എപ്പോഴും അവിടെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ചില പോർഷൻസ് ചില ഗൂഡ്സ് ഒക്കെ പ്രീമിയറിൽ ഈസിയാണ്. പക്ഷെ ഞാൻ 25 ഒരേ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബിഗിനിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ സ്റ്റിൽ ഇതാണ് ലാസ്റ്റ് പടം പ്രീമിയർ. അടുത്തത് അവിടെ തന്നെയായിരിക്കും. ഈ പ്രീമിയർ പിടിയില്ല. ഇല്ല ഇല്ല. കുറച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം. സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ. ഇപ്പൊ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കുന്നു. പക്ഷെ അതിലും കത്രിയ വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത്, ഒരു അധികാരത്തിന്റെ പുറമെ ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് ശരിയായ നടപടിയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരു എന്താ പറയാ, ഏത് വലിയ തിരുത്തലുകൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താ പറയുക അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാലോ. അല്ല, അതില് കാര്യമില്ല. പറഞ്ഞു കത്രി വീഴുമ്പോൾ അത് ആരാണ് ഇവിടെ തെറ്റുകാരെന്ന് അവര് തന്നെ വിളിച്ചു പറയും പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഫീൽ ചെയ്യുന്നു. ഇല്ല. അല്ല, ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇത് ചർച്ച അപ്പോ അങ്ങനെ ഉണ്ടാവണം. പുതിയ പടം വരുന്നുണ്ടോ? പൂജ കഴിഞ്ഞതിന്റെ ഒരു നമുക്ക് ബസൂക്കയെ കുറിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞു ലാസ്റ്റ് ദിവസം. അല്ല, ഇത് ഒന്നുമായിട്ടില്ല. പടം ഇന്നലെ പൂജ കഴിഞ്ഞോ? ഇല്ല.